വെട്ടാം. അതും നല്ലൊരു പരിപാടിയാണ്. ഇനി അത് പ്രയാസമുള്ളവർക്ക് നേരെ 4ആയിട്ടോ 2ആയിട്ടോ പീസായിട്ടോ മുറിച്ചിട്ട് തലതിരിച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. അതും നല്ല പരിപാടിയാണ്. കാരണം എല്ലാ അടയും ഒരേപോലെ ഇരുന്ന, അതായത് 1 ഇഞ്ച് പൊക്കം നീളത്തിൽ ഒരു അട ഓരോ പീസായിട്ട് 4 പീസായിട്ട് മുറിച്ചാല് ആ 4 പീസിനും ഈ 2 റബ്ബർ ബാൻഡ് ഇട്ട് ഓരോ ഫ്രെയിമെ വെച്ച് കഴിഞ്ഞാല് ഈച്ച അടിയുന്ന മണ്ടയിലോ എല്ലാം വളർന്നങ്ങ് കയറും. ഓരോ അടിയും ഇങ്ങനെ ആ 4 പീസിൽ നിന്നും ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞ പോലെ മണ്ടക്കൂടെ മുട്ടിക്കും. ഇല്ലെങ്കിൽ നടുക്കത്തെ അട പെട്ടെന്ന് മുട്ടിച്ചാൽ അടുത്ത അടി ഒരു ദിവസം കഴിയുമ്പോൾ കൂടെ മുട്ടിക്കും. അങ്ങനെ 4 അടി ഒന്നിച്ച് വളർത്തി കയറും. ഏറെക്കുറെ ഒരാഴ്ച കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആ 4 അടയിലും തേനും ഒരു 3/4 ഭാഗം കാണും. അതുപോലെ തന്നെ മണ്ടേ കൊണ്ട് മുട്ടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെയും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പുതിയ കർഷകർക്ക്. കാരണം ഈച്ച അവിടെ നിന്ന് പണിത് കയറി വരുന്നത്, ഈ ചെതൽപ്പുറ്റ് ഇങ്ങനെ ഈ ചെതലുകൾ ഇങ്ങനെ പണിത് കയറുന്നത് കാണും. ചില സമയത്ത് നമ്മൾ തട്ടിയൊക്കെ കളഞ്ഞാൽ ചെതൽപ്പുറ്റ് ഇങ്ങനെ പണിത് കയറും എന്ന് പറഞ്ഞ പോലെയാണ് ഈ 4 അടിയും കൂടെ ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് വളർത്തി വരുന്നത്. 1 ഇഞ്ച് പൊക്കത്തിലല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് പീസ്. ആ 4 അടയിന്നും മണ്ടയിലോട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അതായത് ഒരു സസ്യത്തിന്റെ പൂങ്കാമ്പ് കയറി വരുന്നത് പോലെ ഇത് 4 അടയാണ് ഒന്നിച്ച് വളർന്നു കയറുന്നത്. അങ്ങനെ നമ്മൾ പിറ്റേ ആഴ്ച ചെന്ന് കഴിയുമ്പോൾ അത് വളർത്തി മണ്ടയിൽ ചെന്ന് മുട്ടിച്ചു. അതിനകത്ത് തേനും നിറയ്ക്കുമ്പോൾ കർഷകന് ഒരു രസമുണ്ട് കാണാനും. തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക്